പ്രകൃതിയോളം സുന്ദരമായൊരു കാഴ്ച ഭൂമിയിലല്ലാതെ വേറെ എവിടെയാണ്? മനോഹരമായ ഒരു കവിതയുടെ തുടക്കമാണിത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരമായ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു പ്രദേശത്താണ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നതിനും അതേപോലെ തന്നെ ഒന്ന് യാത്ര ചെയ്ത് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന കാഴ്ചകളൊക്കെ കാണുന്നതിന് ഏത് പ്രായക്കാർക്കും ഒരുപാട് സന്തോഷമാണ്. അതിന് അനുയോജ്യമായ ഒരു ഹോം സ്റ്റേ പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെ ഉണ്ട്. ആ സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ബ്ലൂ വാം ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അമ്പാരനിർപ്പേൽ, ഭരണങ്ങാനം, പാല. പ്രകൃതി എത്ര മനോഹരം, ശാന്തം. കാഴ്ചകൾ കാണാം. കമാൺ. ബ്ലൂ വാം ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് വന്നപ്പോൾ എനിക്ക് വലിയൊരു സംശയം തോന്നിയത്, ഇത് ശരിക്കും ഒരു ഹോം സ്റ്റേ ആണോ, അതല്ലെങ്കിൽ ഒരു ഫാം സ്റ്റേ ആണോ, അല്ലെങ്കിൽ റിസോർട്ടാണോ? ഇതെല്ലാം കൂടെ ചേർന്ന ഒന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതേക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിലായി ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് ബിജു മനയാനിയാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ, ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നമ്മുടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ, അതാണല്ലോ ബ്ലൂ വാം അല്ലേ, ടെൻഷൻ ഫ്രീ ആക്കുക. ആ ലൈറ്റപ്പ് പോലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് വലിയ കൺസെപ്റ്റാണ്. ഈ ഒരു സങ്കല്പം എങ്ങനെയാണ് ശരിക്കും മനസ്സിലേക്ക് വന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ളത് നമ്മുടെ ജോസ് ചൊംകര എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു NRI ആണ്, ഒരു US സെറ്റിൽഡ് ആയ ആളായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിനൊരു നാട്ടിലെന്തെങ്കിലും സംരംഭം ചെയ്യണം, അല്ലെങ്കിൽ പ്രകൃതിയോട് അദ്ദേഹം കൃഷിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. US-ൽ ജീവിച്ചിട്ടും ഇവിടെ വന്നിട്ട് കൃഷിയെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അപ്പം നമുക്കറിയാം, ഈ ഫാമിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം മനോഹരമായ ഒരു കൃഷിത്തോട്ടം നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ മിഡ്ലാൻഡിനോട് ചേർന്ന കൃഷികളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ പേരും അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഈ ബ്ലൂ വാം എന്ന് പറയുന്ന. സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ലൈറ്റപ്പിൽ പോലും ഒരു ബ്ലൂ വാം, നമ്മുടെ ആ കളർ കോമ്പിനേഷൻ എല്ലാത്തിലും നമുക്ക് ആ ഒരു ബ്ലൂ ഫീൽ ഉണ്ടല്ലേ. കാര്യം ഒരുപാട് ടെൻഷനുമായിട്ടാണ് ആൾക്കാർ ഒന്ന് റെസ്റ്റ് ഹൗസിന് വേണ്ടി അല്ലെങ്കിൽ റെസ്റ്റിന് വേണ്ടി വരുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഇത് ഒരു റെസ്റ്റ് ഹൗസ് പോലെ അല്ലെങ്കിൽ ഒരു ഫാം ഹൗസ് പോലെ ഇനി റിസോർട്ടാണോ, ഇതെല്ലാം കൂടി ചേർന്നതാണ്? അതെ, തീർച്ചയായിട്ടും. കാരണം ഇതൊരു ഫാം സ്റ്റേ ആണ്, അതേപോലെ തന്നെ ഹോം സ്റ്റേ ആണ്, അതേപോലെ ഒരു റിസോർട്ടും കൂടെയാണ്. നമുക്ക് ഒരു 3 ഏക്കറിലുള്ള ഒരു ഭൂമിയാണിത്. അതിനകത്ത് 30-ൽ പരം ഫലവൃക്ഷങ്ങൾ, ഫ്രൂട്ട് ട്രീസ് എല്ലാം ഇതിനകത്തുണ്ട്. കാരണം നമുക്കിവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഈ ഫാമിലേക്ക് ഇറങ്ങി നടക്കുവാനും ആ ഫാമിലുണ്ടാകുന്ന ഫലവൃക്ഷങ്ങൾ ടേസ്റ്റ് ചെയ്യാനുമുള്ള ഒരു അവസരമുണ്ട്. കൂടാതെ നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് ഇവിടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് രുചികരമായ ഒരു ഹോം മീല് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ ഹോട്ടലിലേക്കായാലും ഒക്കെ മെച്ചപ്പെട്ട ഒരു നല്ല ഫുഡ് അവർക്ക് ടേസ്റ്റ് ചെയ്ത് ഇവിടുന്ന് മടങ്ങി പോകാനുള്ള ഒരു അവസരം നമുക്കിവിടെ ഉണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് അല്ലെങ്കിൽ മണ്ണിനോട് ഇറങ്ങിച്ചേർന്ന് നമ്മുടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു വാമപ്പ് ആകാൻ വേണ്ടിയുള്ള ഈ ഒരു കൺസെപ്റ്റ് തന്ന ആ മാന്യ വ്യക്തിക്കും താങ്കൾക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് സല്യൂട്ട് ആദ്യമേ നേരെയാണ്. താങ്ക് യു. കാര്യം ഒരുപാട് ടെൻഷനിലാണ് ആളുകൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. ശരിക്കും യാത്രകൾ, ഉല്ലാസയാത്രകൾ എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ റൂമുകളെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ? കാരണം നമുക്ക് ഇവിടെ 2 തരത്തിലുള്ള റൂമുകളാണുള്ളത്. ഒന്ന് ഒരു പ്രീമിയം കാറ്റഗറി റൂംസ്, അതിനകത്ത് നമുക്ക് 5 റൂമുകളുണ്ട്. അല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് റൂംസായിട്ട് നമുക്ക് അനദർ 5
റൂമുകൾ കൂടെ നമുക്കിവിടെയുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബെഡ്റൂം ഫാമിലി സ്യൂട്ടുണ്ട്. അവർക്ക് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും അവിടെ താമസിക്കുവാനും അതേപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യുവാനും ഒക്കെയുള്ള സൗകര്യം നമുക്ക് ആ റൂമിലുകളുണ്ട്. നമുക്കിവിടെ ഫോറിനേഴ്സ്, വിദേശികൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രീമിയം കാറ്റഗറി റൂംസിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി നമ്മുടെ കേരളത്തിന് അനുയോജ്യമായ കേരളത്തിലെ ഫുഡ്, കേരള ഫുഡ് അവർക്ക് നമ്മൾ അറേഞ്ച് കൊടുക്കുന്നുണ്ട്. കേരള ഫുഡ് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് അതെ കേരള ഫുഡ് തന്നെയാണ് നമുക്ക് അവർക്ക് കൊടുക്കുന്നത്. അവരതൊക്കെ കേരള ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. തീർച്ചയായിട്ടും നമുക്ക് അവർക്കുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് സ്പൈസി ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മുടെ ഫുഡുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ മറ്റേ നമ്മളെ റൂമുകളെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറഞ്ഞല്ലോ. നമ്മൾ ഡീലക്സ് റൂമുകളൊക്കെ ഉണ്ട്. അതെ, നമുക്ക് ഡീലക്സ് റൂമുകളാണ്. അതെല്ലാം വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള റൂമുകളാണ്. അതേപോലെ എയർ കണ്ടീഷൻഡ് ആണ്. അതുപോലെ നമ്മുടെ റൂംസ് സ്പേഷ്യസ് ആണ്. അതുപോലെ ബാത്റൂം അതിനേക്കാളും സ്പേഷ്യസ് ആയിട്ട്. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു പ്രകൃതി പോലെ തന്നെ വളരെ മനോഹരമായ ഒരു വൃത്തി, നല്ല ആംബിയൻസ്. അതെ, ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. അതെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ റൂമുകളെല്ലാം. മറ്റ് ഒരു 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള റൂമുകളാണ് നമുക്കെല്ലാം. അത് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പെർഫെക്റ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പം നമ്മുടെ വലിയ വലിയ നഗരങ്ങളിലൊക്കെ താമസിച്ചിട്ട് ഈ പൊല്യൂഷനൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് അത് ശുദ്ധമായി ശ്വസിക്കാൻ നമുക്ക് പറ്റുന്നു. തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ എറണാകുളം പോലെയുള്ള സിറ്റികളിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നത് വളരെ പൊള്യൂട്ടഡ് ആയിട്ടുള്ള. തീർച്ചയായും. അതേപോലെ ഇവിടെ വരുമ്പം നല്ല ശുദ്ധവായു ശ്വസിക്കുവാനും അതേപോലെ ഫ്രഷ് വാട്ടർ, നമ്മുടെ ഇവിടുത്തെ ജലം വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളമാണ്. അതേപോലെ തന്നെ നമ്മുടെ മീനിച്ചിലാർ എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പം അങ്ങനെ അവിടെ നിന്നൊക്കെ വരുന്ന സിറ്റികളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ മീനിച്ചിലാറ്റിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ വരുന്നതിനും നമ്മുടെ ഫാം കാണുന്നതിനൊക്കെയുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ. പിന്നെ ചെറുപ്പക്കാർക്ക് അതേപോലെ മറ്റേ കുട്ടപ്പാടൊക്കെ വരുന്നവർക്ക് ക്യാമ്പ് ഫയർ പോലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസസ് ആയ നമുക്കറിയാമല്ലോ ഇല്ലിക്കൽക്കല്ല്, മാറുമല അരുവി, അതെല്ലാം ഇവിടുന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസ്. വാഗമൺ, ഇതെല്ലാം പിന്നെ ഇലവീഴ, പുഞ്ചിറ, ഇതെല്ലാം ഒരു ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ. ഇതൊക്കെ മനോഹരമായ പ്ലേസുകളാണ്. ഇതൊക്കെ ആസ്വദിക്കാൻ നേരെ പോരൂ, നമ്മുടെ ഈ പ്ലേസിലേക്ക് പോരൂ കേട്ടോ. അതെ അതെ അതെ. ഇനി നമ്മൾ നേരെ നമ്മുടെ ഫാം ഹൗസിലേക്ക് എന്നാൽ ഒരു വെറൈറ്റി ഫ്രൂട്ട് ഞാൻ അവിടെ കണ്ടു. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. അത് കെപ്പൽ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണത്. അത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. കാരണം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ കഴിച്ചിരുന്ന ഒരു ഫ്രൂട്ടാണ്. ഇപ്പോൾ അത് കഴിച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു സ്മെല്ല്, ഫ്രാഗ്രൻസ് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ കഴിച്ചില്ല, നമുക്കിപ്പോൾ 4-5 ഫ്രൂട്ടുകളുണ്ട്. ഇപ്പോൾ വിളയാറായി നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാ മതി, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അത് ശരി. അപ്പോൾ അതുപോലെ മറ്റ് ഫ്രൂട്ടുകളൊക്കെ ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ കൂടുതലായിട്ട് റംബുട്ടാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മാംഗോസ്റ്റുണ്ട്. മിക്കവാറും ഒരുവിധം ഫ്രൂട്ടുകളെല്ലാം ഇതിനകത്തുണ്ട്. പൈനാപ്പിൾ ഉണ്ട്. അതുപോലെ സ്പൈസസ് നമുക്ക് ഏലം, കുരുമുളക്, ജാതി, കാപ്പി, അതേപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അത് ശരി. അപ്പോൾ അതാ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാം ഹൗസ് സെറ്റപ്പ്. അതല്ല ഇനി ഇത് റിസോർട്ടാണോ, അതും അല്ലെങ്കിൽ ഹോം സ്റ്റേ ആണോ, ഇതെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ഒരു വെറൈറ്റി ആയിട്ടൊരു അനുഭവം. നമ്മൾ റൂമിലൊക്കെ ഇപ്പോൾ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കിപ്പോൾ ഓൺലൈൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പല ട്രാവൽ ഏജൻസികളുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ ഓൺലൈനിലെ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ ആക്റ്റീവാണ്. കൂടാതെ നേരിട്ടുള്ള ബുക്കിംഗ് ഒരുപാട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ഹോളുണ്ട്. അതിമനോഹരമായൊരു ഹോളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏകദേശം 150ഓളം പേർക്ക് അതിനകത്ത് തന്നെ ഇരിക്കാം. അത് എയർ കണ്ടീഷൻ ഹോളാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഇത്രയും മനോഹരമായൊരു ഹോള് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമുക്ക് ഒരുപാട് ഫംഗ്ഷനുകൾ, ഇപ്പോൾ കല്യാണം, അതേപോലെ തന്നെ നമുക്ക് കല്യാണം, ബർത്ത്ഡേ പാർട്ടി, മനസ്സമ്മതം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ആളുകൾ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് ശരിക്കും. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസത്തെ സ്റ്റേക്ക് വരുന്നവർ ഒരു ദിവസം കൂടെ ആഡ് ചെയ്ത് ഇവിടെ താമസിക്കാറുണ്ട്. ശരി. ശരിക്കും ഇതിൻ്റെ ആ MD അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഹോം സ്റ്റേ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ വരുന്ന ഫുഡ് അത് അൺലിമിറ്റഡ് ആണ്. അവർക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കട്ടെ. തീർച്ചയായിട്ടും. അത് വലിയൊരു മനസ്സല്ലേ ശരിക്കും. തീർച്ചയായിട്ടും. അതേപോലെ ആളുകൾ മറ്റു എന്തൊക്കെ പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നത്? ഇപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ റൂംസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയർ, ഫാമിൽ തന്നെ നമുക്ക് ഫാമിലിൻ്റെ ഉള്ളിലൂടെ നടക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂള് ഉടനടി ഏകദേശം ഒരു 2 മാസത്തിനകം സ്വിമ്മിംഗ് പൂളും പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷം കുറേ കൂടെ ആക്റ്റീവ് ആകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി എന്തൊക്കെയാണ് മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ ഇതേ തുടർന്ന്? ഇതേ തുടർന്ന് നമുക്ക്
നമുക്ക് ടൂർ പാക്കേജസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബ്ലൂ വാം ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ കീഴിൽ നമുക്കൊരു ബ്ലൂ വാം ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അത് നമ്മൾ ഇന്ത്യയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഹോളിഡേ പാക്കേജസുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ലക്ഷറി വാഹനങ്ങളുണ്ട്, നമുക്ക് ക്രിസ്റ്റ, അർബാനിയ തുടങ്ങിയ വാഹനങ്ങളുണ്ട്. അപ്പം അത് അവർക്ക് ഉപയോഗിക്കാം. അപ്പം അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. മലയാളികളൊക്കെ ഒരുപാട് കേരളത്തിൽ നിന്നൊക്കെ പല ജില്ലയിൽ നിന്നൊക്കെ ഇവിടെയൊക്കെ വരാറുണ്ട്. മലയാളികൾ ഒരുപാട് പേര്, കൂടുതൽ NRIs ആണ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ്, തമിഴ്, മറ്റുള്ള ആൾക്കാരും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ശരിക്കും നമ്മൾ ഗോവ, മൈസൂർ, ഊട്ടി ഒന്നും പോകേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന പ്രകൃതി അനുഗ്രഹിച്ച് തന്നെയാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ താമസിച്ചിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഇലവീഴ, പുഞ്ചിറ, ഇല്ലിക്കക്കൽ അതുപോലെയുള്ള പ്രദേശങ്ങൾ സ്നേഹിക്കുക. ഒരുപക്ഷെ കേരളത്തിന് വെളിയിൽ ഇത്രയും മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ വാഗമണ്ണാണെങ്കിലും ഇല്ലിക്കക്കൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. വളരെ മനോഹരമാണ്, വളരെ പ്രിസ്റ്റീൻ ആയിട്ടുള്ള ഒരു. Get fenced by Blue Worm Foundation Private Limited. Add cherished memories to your vacation. Head off to Blue Worm and enter to the refreshing climate and the medicating quietness of the lushy wood. Calming and soothing atmosphere with high concentration of oxygen. The Blue Worm is constructed for the purpose of promoting responsible tourism, as well as to protect the biodiversity by organic farming. The space is well organized with top-of-the-line technology and comfortable seating arrangements to make your attendees feel at ease. Perfect for hosting your cultural events, seminars, corporate engagements, exhibitions, product launch, fitness programs, wedding functions, and more. Blue Worm also takes care of the catering, where we serve a wide range of delicious vegetarian and non-vegetarian delicacies with a spacious dining hall. Our luxury unique rooms are designed to make you feel comfortable, serene, relaxed, pampered, and completely carefree. The rooms include carefully curated decorations that evoke the comforts of home without the distractions that go with a busy life. With smart TV and unlimited high-speed Wi-Fi access, we are here to give you an ideal family cottage for you and your family that could refresh the mind and soul. Blue Worm. The fairy tale luxury agri farm stay is spread on 3 acres of land residing at Barananganam, Kottayam, just 2.5 kilometers away from the prominent pilgrim center Saint Alphonsa Shrine Church and only 28 kilometers away from the famed tourist destination Vagaman. We are also nearby Valyachan Mala, Marmala Waterfalls, Arivikachal Waterfalls, Illikal Kala, Ilavira Punjira, Pirumeda, Kumaragam and Budathanket, etc. Yes, we are here to make your event an everlasting success and truly memorable. We discovered it for you. Come and lose yourself into the lap of nature. ശരിക്കും മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. ആ ബ്ലൂ വാം എന്ന പേര് അന്വർത്ഥമാകുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. എന്തായാലും വളരെ വിശദമായ കാര്യങ്ങൾ സംസാരിച്ച താങ്കൾക്ക് പ്രത്യേക നന്ദി പറയുകയാണ്. അപ്പോൾ മണ്ണും മനുഷ്യനും പരസ്പരം പൂരകങ്ങളാണ് എന്ന വാക്യം പോലെ ബ്ലൂ വാം, കമോൺ, നിങ്ങൾക്ക് മനോഹരമായ ഒരു ദിനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. ക്യാമറാമാൻ റിജോയ് പറവൂറിനും എൻ്റയർ മീഡിയ ടീമിനും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സാറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.